തിരുവനന്തപുരംകാരൊക്കെ ഇവിടെ ഉണ്ട്. വിഷ്ണു സാർ പറയൂ, എന്തൊക്കെയാണ് സരസ്വതിയുടെ വിശേഷങ്ങൾ എന്നൊക്കെ? അതെ അതെ, സൈലത്തെ സംബന്ധിച്ച് തലസ്ഥാന നഗരി ഭയങ്കര ആവേശത്തോടു കൂടിയാണ് സൈലത്തെ ട്രിവാൻഡ്രത്ത് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സരസ്വതി വിദ്യാലയത്തിൽ ആരെങ്കിലും ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിരാശയാണ്. 10ാം ക്ലാസ്സിലെ ഈ പറഞ്ഞ ക്ലാസ് 10ലെ CBSE സ്റ്റേറ്റ് റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ സരസ്വതി വിദ്യാലയത്തിലെ എല്ലാ സീറ്റുകളും എന്ത് ചെയ്തു, ഫില്ലായി കഴിഞ്ഞു. നമുക്ക് മൂന്നാമത്തെ ബാച്ചാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 3 ബാച്ച്, അപ്പോൾ 2 ബാച്ച് അഡ്മിഷൻ കഴിഞ്ഞു. അല്ല, മൂന്നാമത്തെ ബാച്ച് മീൻസ് നമ്മൾ മൂന്നാമത്തെ അക്കാഡമിക് ഇയർ, മൂന്നാമത്തെ വർഷമാണ്. ഇപ്പോൾ തന്നെ 95% അഡ്മിഷൻ കഴിഞ്ഞു. ഇനി ഇവരിൽ ഇനി ഒരു 5% ഒരു 10 താഴെയുള്ള സീറ്റ് മാത്രമേ നമുക്ക് ഇനി ഫില്ല് ചെയ്യാനുള്ളൂ. ഏറ്റവും കൂടുതൽ സീറ്റുള്ള സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നമ്മൾ എന്താണ് MGM ആണ്. അതായത് MGM കൊട്ടാരക്കര പോലെ തന്നെ MGM ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഇപ്പൊ തന്നെ കുറച്ചു മുമ്പ് ഞാൻ കൗണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൗണ്ടിൽ ജയിലിൽ നമുക്കിനി ആകെയുള്ളത് 5 സീറ്റ് മാത്രമാണ്. നമുക്ക് നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ആപ്പാടുള്ള ഒരു 10 സീറ്റാണ്. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ ഫില്ലപ്പായി കഴിഞ്ഞു തിരുവനന്തപുരത്ത് എന്ന് പറയാം. എന്തൊക്കെയാണ് സൈലത്തിലേക്ക് വരുമ്പോഴുള്ള നീറ്റ് ഇന്റഗ്രേറ്റഡ് ചൂസ് ചെയ്ത മുതൽ സൈലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ചെന്നൈയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ചെന്നൈയിൽ നിന്നാണ് കേരളത്തിലേക്ക് വരികയാണ്. ഓക്കെ. ചെന്നൈയിലെ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ചെന്നൈയിലെ ടിപ്സ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ പബ്ലിക്സ്. ഓക്കെ, അവിടുന്ന് നേരെ കേരളത്തിലേക്ക് ഇപ്പോൾ വരാൻ വേണ്ടി പോവാണ്. സൈലം ചൂസ് ചെയ്ത് കേരളത്തിലേക്ക് എത്താൻ വേണ്ടി. അടിപൊളി. ചെന്നൈയിൽ നിന്ന് ചൂസ് ചെയ്ത് കേരളത്തിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. അവിടെ CBSE ആയിരുന്നു? അല്ല, അവിടെ IGCSE. ICSE. അല്ല, പുറത്തുള്ള ഒരുപാടേറെ കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നത് ഗൾഫിൽ ഒക്കെ ഉള്ള ഒരുപാടേറെ കുഞ്ഞുങ്ങൾ ഈ പ്രാവശ്യം ഓൾറെഡി അഡ്മിഷൻ എടുത്ത് ചെന്നൈയിൽ നിന്ന് ഒരാൾ ICSE നിന്ന് നേരെ CBSE ലേക്ക് എത്തുകയാണ്. എന്തായാലും അടിപൊളിയായിട്ടിരിക്കുന്നു. സൗദി നിന്നാണ് അല്ലേ? ഫസ്റ്റ് അഡ്മിഷൻ സൗദി കഴിഞ്ഞ ജൂലൈയിൽ. ഓക്കെ, കഴിഞ്ഞ ജൂലൈയിൽ തന്നെ സാർ പറയണേ, കഴിഞ്ഞ ജൂലൈയിൽ തന്നെ സാറിന്റെ ഫസ്റ്റ് അഡ്മിഷൻ സൗദിയിൽ നിന്നായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏത് സിലബസിൽ പഠിച്ച ആളുകളായാലും ക്ലാസ് 10 വരെ ഉള്ളവർ, എവിടെ പഠിച്ച ആളുകളായാലും പഠിച്ചവരായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈലത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും.